എടാ ചെറുക്ക ഒന്നും മിണ്ടാതിരിക്കാവോ? എന്റെ പൊന്നു കൊച്ചെ, നിനക്ക് വായൊന്ന് പൂട്ടിയിരിക്കാൻ പറ്റുമോ? ഇത് നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് ആയിരിക്കും അല്ലെ? നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ പേരൻസ് ആണെങ്കിലും നമ്മളോട് ഈ ഒരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ കേട്ടിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. നിങ്ങളുടെ കഴിവിനെ കുറിച്ച് ഒന്ന് പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഒരു രീതിയിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും വാതോരാതെ നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കുറിച്ച് നമ്മൾ കണ്ടിട്ടും ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ കേട്ടിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഇങ്ങനെ കേട്ടിട്ടുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വാക്കുകളുടെ പെരുന്തച്ഛനാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഇന്റലിജൻസ് വിഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ പഴി കേട്ടിട്ടുള്ള ആൾക്കാരല്ല. ഈ ഒരു രീതിയിൽ വളർന്നു വന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ലോയേഴ്സ് ആയിരിക്കും. നല്ല ഓതേഴ്സോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഒരു ഡ്രീം വേൾഡ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. ഓതേഴ്സ് ആവാം, സെയിൽസിലുള്ള ആൾക്കാരാവാം, മാനേജ്മെന്റിലുള്ള ആൾക്കാരാവാം. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഉള്ളവരായിരിക്കും ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവർ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പണ്ട് നിങ്ങൾക്ക് ഇതുപോലൊരു കഴിവ് ആരും അത് തിരിച്ചറിഞ്ഞില്ല, നിങ്ങളുടെ കഴിവായിരുന്നത്. പക്ഷേ ഇനിയുള്ള കുട്ടികളിൽ ഇതുപോലൊരു കഴിവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: അവർക്ക് വേണ്ടി വേദി ഒരുക്കി കൊടുക്കുക. അവർ ക്ലാസ് റൂമിലും കുട്ടികളുടെ ഒപ്പവും ഇരുന്ന് സംസാരിക്കുന്നതിന് പകരം അവരുടെ സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടി അവരുടെ മനസ്സിലേക്ക് ഒരു ഇൻസ്പിറേഷൻ ആക്കി കൊടുക്കുക. അവർക്ക് ഓപ്പൺ സ്റ്റേജുകൾ കൊടുക്കുക, അവരെ സംസാരിക്കാൻ അനുവദിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഈ പുതുതലമുറ എക്സ്പ്രസ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും തുടങ്ങുകയുള്ളൂ. ഇത് നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ വെക്കുക. സൈനിങ് ഓഫ്, ദ ഡ്രീമി ഡോപ്പമൈൻ, ഷിബിൻ.